സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പുകയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു നൂഹ്. മറ്റുള്ളവരെ രക്ഷിക്കുന്നതിനിടയിലാണ് നൂഹ് മരിച്ചതെന്ന് സുഹൃത്തുക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. 3 പെൺമക്കളാണ് നൂഹിനുള്ളത്. റാത്തിബ് ജുബ മസ്ജിദിലാണ് ഖബറടക്കം നടക്കുക. നമ്മൾ വീണ്ടും കൊല്ലത്തേക്ക് പോകുന്നു. കൊല്ലം വയ്യാങ്കരയിലെ ഷമീറിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് അല്പസമയം മുൻപാണ്. ഇപ്പോൾ ബന്ധുക്കളൊക്കെ അവിടെ ബോധരഹിതരായി വീണു. 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷമീറിനെ ഒരു നോക്ക് കാണാൻ 100 കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനേക്കാൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലമീൻ നമുക്കൊപ്പമുണ്ട്. അമീൻ, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരാൾ പെട്ടെന്ന് ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമം, അത് പലർക്കും താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്കിപ്പോൾ നേരിട്ട് ദൃശ്യമാവുകയാണ് ഷമീറിൻ്റെ വീട്ടിൽ, അല്ലേ? സുജിയ, നിരവധി മലയാളികൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിത്തെറിച്ചു നിന്നതാണ്. ഈ വാർത്ത പുറത്തു വന്നപ്പോഴും വാർത്തകൾ ഓരോ ഘട്ടം റിപ്പോർട്ട് ചെയ്യുമ്പോഴും. ഇപ്പോൾ ഷമീറിൻ്റെ വീട്ടിൽ വന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഇവിടെ നിന്നുള്ള സാഹചര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ ഉള്ളുലയുന്നൊരു സാഹചര്യം തന്നെയാണ്. പക്ഷേ കണ്ടു നിൽക്കുന്ന ആർക്കും പിടിച്ചു നിൽക്കാനാകാത്ത വിധത്തിലുള്ള രംഗങ്ങൾക്കാണ് ഇപ്പോൾ ഷമീറിൻ്റെ വയ്യാങ്കരയിലെ വീട് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഷമീറിൻ്റെ ഭൗതികദേഹം ഇവിടേക്ക് എത്തിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള വൈകാരിക അന്തരീക്ഷം തന്നെയാണ് തളം കെട്ടി നിൽക്കുന്നത്. ഷമീറിൻ്റെ അനുജനുൾപ്പെടെ 2 ബന്ധുക്കൾ ബോധരഹിതരായി വീടുന്നൊരു കാഴ്ച, അവരെ മറ്റു ബന്ധുക്കൾ, നാട്ടുകാർ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച, അങ്ങനെ അതിവൈകാരികമായിട്ടുള്ള ആരുടെയും ഉള്ളുലയ്ക്കും വിധമുള്ള കാഴ്ചകൾക്കാണ് ഷമീറിൻ്റെ ഭൗതികദേഹം വയ്യാങ്കരയിലെ വീട്ടിലെത്തിയപ്പോൾ ഈ നാടിന് സാക്ഷിയാകേണ്ടി വന്നിട്ടുള്ളത്. നിരവധി പേർ, 100 കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ തമ്പടിച്ചിട്ടുള്ളത്. രാവിലെയല്ല, ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ നിരവധി ആളുകൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭൗതികദേഹം കൊണ്ടുവരുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുള്ള 100 കണക്കിന് ആളുകൾ ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. അവരെ നിയന്ത്രിക്കാൻ പോലീസുകാർക്കോ പ്രദേശവാസികൾക്കോ ആർക്കും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ, MLA, MP, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ സന്നിഹിതരാണ്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ ഇവിടെ സന്നിഹിതരാണ്. ഷമീർ ഓയൂരായിരുന്നു നേരത്തെ താമസിച്ചിരുന്നത്. അതിന് 10 വർഷമായിട്ടേ ഉള്ളൂ ഈ വയ്യാങ്കരയിലേക്ക് താമസം മാറ്റിയിട്ട്. അപ്പോൾ 2 നാട്ടിലുള്ള ബന്ധമുണ്ട്, വേരുകളുണ്ട്, ആ ബന്ധുക്കളുണ്ട്. ഒപ്പം ഈ വയ്യാങ്കര എന്ന് പറയുന്ന പ്രദേശം കൊല്ലം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും അതിർത്തി പ്രദേശം കൂടിയാണ്. ഈ മരണവാർത്ത അറിഞ്ഞതുകൊണ്ട് തന്നെ ഷമീറിനെ നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾ കൂടി ഈ വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നാടിൻ്റെ നാനാ ദിക്കിൽ നിന്ന് ആളുകളുടെ ഒരു കുത്തൊഴുക്കാണ് കൊല്ലത്ത് വയ്യാങ്കരയിൽ ഉണ്ടായിരിക്കുന്നത്. അവരെല്ലാം പലരും ഈറനണിഞ്ഞ കണ്ണുകളോടെ ഇത് കണ്ടുപോകുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കണ്ടുപോകുന്നവരുണ്ട്. വീടിനകത്ത് ഭാര്യയ്ക്കും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അനുജനുമൊക്കെ കാണിക്കാനായി, അടുത്ത ബന്ധുക്കൾക്ക് കാണിക്കാനായി മൃതദേഹം വീടിനകത്തേക്ക് കയറ്റിയപ്പോൾ കൂട്ട നിലവിളിയും ആർത്തലച്ചുള്ള വിളികളും ബഹളവും ഒക്കെ കേൾക്കുന്നൊരു കാഴ്ച നമ്മൾ അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഷമീറിൻ്റെ അനുജൻ ബോധരഹിതനായി വീഴുന്നത്, കുഴഞ്ഞു വീഴുന്നത്. അദ്ദേഹത്തെ ആളുകൾ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നാലെ മറ്റൊരു ബന്ധു തന്നെ എന്ന് തോന്നുന്നു മറ്റൊരു യുവാവ് കൂടി അത്തരത്തിൽ, എല്ലാം യുവാക്കളാണ്, അവർക്ക് പോലും പിടിച്ചു നിൽക്കാനാകാത്ത വിധം ഷമീറിൻ്റെ വിയോഗം ആളുകളെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 9 മാസം മുൻപും നാട്ടിൽ വന്ന് മടങ്ങിയ ഷമീറാണ്. അതിനു മുൻപ് 5 വർഷമായി അദ്ദേഹം ഗൾഫിലാണ്. അതിനു മുൻപ് നാട്ടിൽ സജീവമായിരുന്നു ഷമീർ. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേശത്തൊക്കെ സഞ്ചരിച്ചിരുന്ന ഒരാൾ, ദേശം മൊത്തം ചുറ്റിക്കറങ്ങിയിരുന്ന ഒരാൾ, പല ദേശത്തും ആളുകളെ പരിചയമുള്ള ഒരാൾ, അങ്ങനെ സൗഹൃദ വലയമുള്ള ഒരാൾ, അങ്ങനെ എല്ലാ തരത്തിലും നാട്ടിൽ വേരൂന്നിയിട്ടുള്ള ഒരാളാണ്. നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നപ്പോൾ സജീവമായിരുന്നു എന്ന് പറയുന്നു. അതിന് ശേഷം വിദേശത്ത് പോയതിനു ശേഷം നാട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ആർത്ഥത്തിൽ സഹകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, വലിയ തിരക്കാണ്, ആളുകളെ നിയന്ത്രിക്കാനാകാത്ത വിധത്തിലുള്ള തിരക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്യാമറയും മാധ്യമപ്രവർത്തകരുടെ വലിയ പടയും ഇവിടെയുണ്ട്. നമ്മളൊന്നങ്ങോട്ട് ഒതുങ്ങി കൊടുക്കുകയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടി. നമ്മൾ കൂടി ഇവിടെ തിക്കും തിരക്കും കൂട്ടുമ്പോൾ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൊണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ ഒതുങ്ങി കൊടുക്കുകയാണ്. ആളുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം. ഷമീറിന്റെ ഭൗതികദേഹം ദൃശ്യം നമ്മൾ നേരത്തെ കാണിച്ചതാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ തന്നെ കല്ലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുവരുന്നു. അവിടെ എത്തിച്ചതിന് ശേഷം മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി, ചില കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്ത് പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ഇനി പൊതുദർശനം കഴിഞ്ഞാൽ നേരെ വീണ്ടും കല്ലൂർ മുസ്ലിം ജമാഅത്തിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ ഖബർസ്ഥാനിലാണ് ഷമീറിന് അന്തിയുറങ്ങാനുള്ള ഖബർ തയ്യാറാക്കിയിരിക്കുന്നത്. അതൊക്കെ രാവിലെ തന്നെ ഖബറെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്.
ഒരുക്കിയിട്ടുണ്ട്. പൊതുദർശനം കഴിഞ്ഞാൽ പിന്നെ താമസമൊന്നും കൂടാതെ ഭൗതികദേഹം അവിടേക്ക് എത്തിക്കും, പള്ളിയിലേക്ക് എത്തിക്കും. അവിടെ ജനാസ നമസ്കാരം, മയ്യത്ത് നമസ്കാരമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം കബറടക്ക ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. ഇന്ന് തന്നെ കബറടക്ക ഉണ്ടാകുമെന്നുള്ളതാണ്. നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ, വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയ ഭേദമന്യേ ദേശവ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ആളുകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. എത്രത്തോളം ആണ് ഷമീർ ഈ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവരെന്നുള്ളതും ഷമീർ എത്രത്തോളം ആളുകളുടെ മനസ്സിലിടം നേടിയിട്ടുണ്ട് എന്നുള്ളതും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഷമീറിനോടുള്ള സ്നേഹം ഒരു ഭാഗത്ത്, അതിനപ്പുറത്തേക്ക് കുവൈറ്റിൽ പിടഞ്ഞു വീണ് വെന്തു മരിച്ച, ഒപ്പം ശ്വാസം മുട്ടി മരിച്ച, പ്രാണരക്ഷാർത്ഥം എടുത്തു ചാടിയപ്പോൾ ആ അർത്ഥത്തിൽ അപകടം പറ്റി മരിച്ച നിരവധി മലയാളികളുണ്ട്, നിരവധി ഇന്ത്യക്കാരുണ്ട്. അവരോടുള്ളൊരു സ്നേഹപ്രകടനം കൂടിയായിട്ടാണ് ഈ ആളുകളൊക്കെ ഷമീറിനെ കാണാൻ കൂടി ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഷമീറിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള നജീബ് എന്ന് പറയുന്ന ഒരു യുവാവ്, ഈ നാട്ടുകാരനും വിദേശത്താണ്, കുവൈറ്റിലാണ്, ഇതേ കമ്പനിയിലാണ്. ഈ അപകടത്തിൽ അദ്ദേഹത്തിന് സാരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. കൈകാലുകളൊടിഞ്ഞ് അദ്ദേഹം അവിടെ ചികിത്സയിലാണ്. ഇവിടെ സംസാരിക്കുമ്പോൾ ഷമീറിന്റെ ബന്ധുക്കൾ, നജീബിന്റെ ബന്ധുക്കളൊക്കെ പറയുന്നത് നജീബിന്റെ കെയർ ഓഫിലാണ് ഷമീറും വിദേശത്തേക്ക് പോയത്. ഈ അപകടം നടന്ന കെട്ടിടത്തിന്റെ 1-ാം നിലയിലാണ് നജീബ് താമസിച്ചിരുന്നത്. 6-ാം നിലയിലായിരുന്നു ഷമീർ ഉണ്ടായിരുന്നത്. ഈ അപകട വിവരം അറിഞ്ഞപ്പോൾ തന്നെ നജീബ് ഷമീറിനെ വിവരമറിയിക്കാൻ ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ കിട്ടിയില്ല, ഫോണിൽ കണക്ട് ആവുക പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് നജീബ് ബന്ധുക്കളെ അറിയിച്ചത്. എന്ന് മാത്രമല്ല, ഈ 6 നിലയുടെ മുകളിൽ പോയി ഷമീറിനെ വിവരമറിയിക്കാനും അവിടുന്ന് താഴേക്ക് കൂട്ടിക്കൊണ്ടുവരാനും പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. അതിനിടയിൽ അവിടെ മുഴുവൻ പുകച്ചുരുളുകൾ നിറഞ്ഞ തീ ആളിപ്പടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നജീബിനും ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുക പ്രായോഗികമായിരുന്നില്ല. പിന്നീട് താഴെ നിന്ന് ഈ തീ പടരുന്നത് കണ്ട് ആളുകൾ വിളിച്ചറിയിച്ചതനുസരിച്ച് പള്ളിയിൽ പോയി നിൽക്കുകയാണ്. ഇവിടെ ഇത്തിരി തിരക്കായതുകൊണ്ട് വിളിച്ചറിയിച്ചതനുസരിച്ച് നജീബ് ഈ 1-ാം നിലയിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു പ്രാണരക്ഷാർത്ഥം. ഇതിനിടയിൽ വീണ് കൈയും കാലുമൊക്കെ ഒടിയുന്നൊരു സാഹചര്യം നജീബിനുമുണ്ടായി. അതിന് പിന്നാലെയാണ് ഷമീറിന്റെ വാർത്ത നജീബ് അറിയുന്നത്, ബന്ധുക്കൾ അറിയുന്നത്, നാട്ടുകാരറിയുന്നത്. ഏതായാലും ആ നിമിഷം മുതൽ തന്നെ ഈ നാടൊന്നാകെ അത്രമേൽ അത്രമേൽ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. അത്രമേൽ വല്ലാത്തൊരു സങ്കട കാഴ്ചയിലും കടലായ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിയ കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വന്നവർക്കെല്ലാവർക്കും ഷമീറിനെ ഒരു നോക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ്. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. ഏതായാലും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന പലരുമുണ്ട്, വേദനയോടെ കാത്തു നിൽക്കുന്ന പലരുമുണ്ട്, പ്രാർത്ഥനകളോടെ നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അല്പസമയം കൊണ്ട് ഈ പൊതുദർശനം പൂർത്തിയാക്കി ഭൗതികദേഹം കല്ലൂർ മുസ്ലിം ജമാഅത്തിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് മഹല്ല് ഭാരവാഹികളും അതുപോലെ പൊതുദർശനം പൂർത്തിയാകുന്ന വേളയിൽ നമുക്ക് തിരികെ എത്താം.